ആമയിഴഞ്ചാൻ തോടിൽ അതിദാരുണമായി മരിച്ച ജോയിയുടെ ആ വിയോഗം തീർത്ത വേദന ഇനിയും അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ സജീവമായി ചർച്ചയിലുണ്ടായിരുന്നെങ്കിലും ഇന്നത്തെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് ആസിഫ് അലിയും രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള സമീപഭാവിയിൽ ഉണ്ടായിട്ടുള്ള മാലിന്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ ജോയിയുടെ വിയോഗം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെ നിസാരവൽക്കരിച്ചുകൊണ്ടല്ല ആ വിഷയത്തിലേക്ക് കടന്നിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഹൈക്കോടതിയും ഈ വിഷയങ്ങളെല്ലാം തന്നെ വീണ്ടും പരിഗണിക്കപ്പെടുന്ന, ഹൈക്കോടതി ഈ വിഷയങ്ങളെല്ലാം തന്നെ വീണ്ടും സജീവമായിട്ട് തന്നെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇന്നത്തെ കാര്യത്തിൽ ഈ മാലിന്യ പ്രശ്നങ്ങളും ആമയിഴഞ്ചാൻ തോടിൽ മരണം വരിച്ച ജോയിയുടെ ആ വിയോഗവും, ഒപ്പം തന്നെ അത് ഇനി ഒരു വഴിവിളക്കായി അല്ലെങ്കിൽ ഒരു മാതൃകയായി തന്നെ തുടരേണ്ടതുണ്ട് എന്നുള്ള കോടതിയുടെ നിർദ്ദേശവും തന്നെയാണ് ഇന്ന് ചർച്ചയ്ക്ക് വരുന്നത്. കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയം നിരവധി തവണ നമ്മൾ ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ളതാണ്. ഇന്ന് ഹൈക്കോടതി ആ വിഷയം വീണ്ടും പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് നിരവധിയായിട്ടുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആമയിഴഞ്ചാൻ തോടിൽ ഉണ്ടായിട്ടുള്ളത് അതൊരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത ദുരന്തമാണെന്നും പ്രത്യേകിച്ച് അത് കൊച്ചിയിൽ ഇനിയും ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നും കോടതി ശക്തമായി തന്നെ ഒരു നിർദ്ദേശമായി തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് അവിടെ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ പരാമർശത്തിൽ കോടതി പറഞ്ഞിട്ടുള്ളത്, അതായത് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകളെ ധീരന്മാർ എന്ന് പരാമർശിച്ചുകൊണ്ടുള്ള ഒരു അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പരാമർശമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആ സംഭവങ്ങൾ കോടതി പരാമർശിക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടരുത് എന്നുള്ളൊരു കാര്യം കൂടി കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ കോടതി പറയുകയും ചെയ്യുന്നുണ്ട്. കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൊരു വിഷയം, അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന നിലവിലെ സംസ്കാരം തന്നെയാണ്. അതിൽ നിന്നും മനുഷ്യർ മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യം കോടതി അതിശക്തമായി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ കമ്മട്ടിപ്പാടവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി കോടതി പറഞ്ഞു വെച്ചു. അവിടെ ഈ കമ്മട്ടിപ്പാടത്തെ ഇത്രമാത്രം മാലിന്യങ്ങൾ എങ്ങനെയാണ് അടിഞ്ഞുകൂടുന്നത് എന്നുള്ള ഒരു സന്ദേഹം കോടതി ഉന്നയിക്കുകയും, ഒപ്പം തന്നെ ആളുകൾ ഒരിക്കലും അവിടെ അവരുടെ വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നതാണെന്ന് വിചാരിക്കാൻ കഴിയില്ല എന്നും കോടതി പറഞ്ഞു വയ്ക്കുമ്പോൾ അവിടെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ ഉള്ള ഒരു വിമർശനമായി തന്നെ അതിനെ വ്യാഖ്യാനിക്കാനും കഴിയും. എന്തായാലും കൊച്ചിയിലെ ഈ ഓടകളുടെ സഞ്ചാരം, അതായത് ഓടകളിലൂടെ വെള്ളം കൃത്യമായ രീതിയിൽ തന്നെ ഒഴുകി പോകുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്ന് കോടതി പറഞ്ഞു വയ്ക്കുന്നു. ഒപ്പം അമിക്കസ് ക്യൂറിക്ക് ചില നിർദ്ദേശങ്ങൾ കൂടി നൽകുന്നുണ്ട്. കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പഠനങ്ങൾ നടത്തുകയും അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പ്രകാരമുള്ള വിഷയങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്നാണ് അമിക്കസ് ക്യൂറിക്ക് കോടതി നൽകിയിരിക്കുന്ന വിശ്വാസം, അല്ലെങ്കിൽ കോടതി നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. എന്തായാലും ഇത് സജീവമായി തന്നെ ചർച്ചയായി നിൽക്കുന്നു. കാരണം കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം മാലിന്യങ്ങളും വെള്ളക്കെട്ടും, ഒപ്പം തന്നെ ഓടകളുടെ സുഗമമായിട്ടുള്ള നടത്തിപ്പും എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കോടതി ഈ വിഷയം അത്രമേൽ ഗൗരവത്തോടു കൂടി തന്നെ അടിക്കടി ആവർത്തിച്ച് ഈ വിഷയത്തിൽ ചില പരാമർശങ്ങൾ നടത്തുന്നത്. ആ നിലയ്ക്കുള്ള പരാമർശം തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്നും ഉണ്ടായിട്ടുള്ളത്. ഒപ്പം കോടതി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ആളുകൾ കൂടി മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയാണ്. ആ വിഷയം കൂടി ജനങ്ങളുടെ പരിധിക്ക്, അല്ലെങ്കിൽ ജനങ്ങളുടെ നിലവിലെ ഒരു അവസ്ഥയിലേക്ക് ജനങ്ങൾ കൃത്യമായ രീതിയിൽ ഒരു സ്വയം വിമർശനം എന്ന നിലയ്ക്ക് തന്നെ എടുക്കേണ്ട കാര്യമാണ് എന്നുള്ളതിൽ തർക്കമില്ല. കാരണം കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ കഴിഞ്ഞ വലിയ മഴ പെയ്ത സമയത്ത് നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ്, കൊച്ചിയിൽ വെള്ളക്കെട്ടുണ്ടായ സമയത്ത് മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റോഡിലാകെയും നിരക്കുന്ന കാഴ്ച. ആ കാഴ്ചയിൽ തന്നെയാണ് കോടതി ഇത് സ്വമേധയാ ഒരു കേസായി തന്നെ എടുക്കുകയും അത് വലിയ രീതിയിൽ പരിഹരിക്കപ്പെടേണ്ട വിഷയമാണെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ കോടതി ആ വിഷയത്തിൽ അതീവ ഗൗരവത്തോടു കൂടി ഇടപെടുകയും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടർ നടപടി എന്നോണമാണ് കോടതി ഈ കേസ് ഇന്ന് പരിഗണിച്ചിരിക്കുന്നത്. ഈ കേസ് വീണ്ടും 31-ാം തീയതിയിലേക്ക് പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുമ്പോഴും കോടതി പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ അത് കൃത്യമായ രീതിയിൽ തന്നെ പാലിക്കാൻ ജനങ്ങൾ കൂടി ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം കൂടി അടിവരയിട്ട് പറയേണ്ടതുണ്ട്. എന്തായാലും ജോയി എന്നുള്ളത് അത് ഒരു അവസാന വാക്ക് തന്നെ ആവേണ്ടതുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞത് തന്നെ അടിവരയിട്ട് പറയുകയാണ്.